ആണും പെണ്ണും എന്താ വ്യത്യാസം? ഇതുവരെ തിരിഞ്ഞിട്ടില്ല ആണും പെണ്ണുള്ള വ്യത്യാസം, ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ബസ്സിലൊക്കെ സ്ത്രീകൾ എഴുതിയേക്കണോ? അതിനിപ്പോ ഇന്നെടുത്ത് മാറ്റിയ കാര്യമുണ്ടോ? ഇതുവരെയുള്ള ആളുകൾക്കും തിരിഞ്ഞില്ല. സ്ത്രീകൾ എഴുതിയേക്കണം എന്തിനാ? പുരുഷന്മാർ സ്ത്രീകൾ എന്തിനാ ബസ്സിൽ എഴുതിയേക്കണം? ആണും പെണ്ണും ഒരുപോലെ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരെടുക്കുകയാണെങ്കിൽ പ്രസിഡന്റുമാരെടുക്കുകയാണെങ്കിൽ പകുതിയാണ് ഉണ്ടായത്. പേരിന് 1 2 ഉള്ളൂ. പ്രധാനമന്ത്രി പേരിന് ആരാ? ഒരാളെണ്ണാൻ പറ്റും. പ്രസിഡന്റ് പേരിന് ആരാ? എന്താ അത് പകുതി ആണും പെണ്ണും ഒരുപോലെ അല്ല. അതുകൊണ്ട് ഇതിപ്പോ ആർക്കും തിരിഞ്ഞായിരുന്നു. ഇപ്പൊ എന്നിട്ട് ക്യാമ്പസുകളിൽ വാദിക്കുക ആണും പെണ്ണും എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെയാണോ? ഇതൊക്കെ ഒരേ ബെഞ്ചിലാ എന്നുള്ള അവസ്ഥ? ഇന്നിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ആണിന്റെ മനസ്സിലുള്ള പെണ്ണ്, പെണ്ണിന്റെ മനസ്സിലുള്ള ആണ്. അപ്പൊ ആണിന്റെ രൂപം പെണ്ണിന്റെ മനസ്സ്. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ ഈ പെണ്ണാക്കി മാറ്റുക. അപ്പൊ ഒരാളെ മനസ്സിൽ ഞാൻ സിംഹം തോന്നുകയാണെങ്കിൽ സിംഹാക്കി മാറ്റുക. അങ്ങനെ തോന്നുന്നുണ്ട് അമേരിക്കയില് ഒരാൾക്കൊന്ന് നായാവണമെന്ന്. അവിടെ നായാവുണ്ട്, അതും തുടങ്ങിക്കൂടും. എന്നിട്ട് ആജന്മാരെ മക്കള് കീരും പാമ്പും നായായിട്ട് ഇങ്ങനെ നടക്കുക. കാരണം അവർക്ക് തോന്നുന്നത് ഞാൻ നായാണ്, അപ്പൊ നായാക്ക. ഇതല്ലോ ലിബറലിസം. മനസ്സ് തോന്നുന്ന സോക്കോടൊക്കെ രൂപത്തിൽ മാറ്റല. അതാണോ നാട്ടിൽ പറയേണ്ട വാക്കുകൾ? അതല്ലേ ഇപ്പൊ വലിയ ആധുനിക പുരോഗമന സിദ്ധാന്തങ്ങളായി വേദാന്തങ്ങളായി ഓതുന്നതല്ലേ? ഇതിനൊന്നും എതിർക്കാൻ ആരില്ല. എതിർത്താൽ അവരൊക്കെ പഴഞ്ചന്മാർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അണ്ണാക്കിന്റെ മുകളിൽ നാവുന്നൊരു സാധനമുണ്ടെങ്കിൽ ഞങ്ങളുള്ളിടത്തോളം കാലം അതിശക്തമായി ഇതിനെതിരെ പടവെട്ടുന്നതാ. നിസ്കാരത്തേമുള്ള ശംസുദ്ദീനാജിയുടെ ഒക്കനേറ്റ അജുമ്മാന്റെ മക്കളൊക്കെ പടച്ചവനെ പരസ്യമായി പരിഹസിക്കാ. അവർക്ക് അടിസ്ഥാനപരമായി കിട്ടിയ വിശുദ്ധ മതത്തിന്റെ ഉടുപ്പിന് വലിച്ചു കയറിയിട്ട് അത് ഫാഷനായി എക്സ് മുസ്ലിം എന്ന് പല്ലിളിച്ചുകൊണ്ട് തുറന്നു പറയുന്ന കാലമല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തുറന്നു പറയില്ലേ എക്സ് മുസ്ലിമീങ്ങൾ? അല്ല, എടാ മുസ്ലിം നീ കൂട്ടില്ലേ എക്സിന്റെ കൂടെ? അപ്പൊ എനിക്ക് ആ പേരിനോടുള്ള അഭിനിവേശം ഉള്ളത്. ഒരാൾക്ക് നേരത്തെ പിരാന്ത് ഉണ്ടായി, പിന്നെ മാറി. ആരെങ്കിലും എക്സ് പിരാന്ത് എന്ന് പറയാം? എന്താ പറയാത്ത? പിരാന്ത് എന്നുള്ള ഇയാൾ മോശമായി കാണുന്നുണ്ട്. അതുകൊണ്ടാ ഈ മുസ്ലിം എന്നുള്ളത് മോശമായി കാണില്ല. ഇപ്പോഴും കുമ്പ് ഉറപ്പിക്കണത് ഈ പേര് കൂട്ടുപിടിച്ചിട്ടല്ലേ? അങ്ങനല്ലേ വീട്ടിലിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പല്ലടിച്ചിട്ട് ഇപ്പോഴും ആരാന്റെ അച്ചാരം വാങ്ങിയിട്ട് കുമ്പ് വീർപ്പിക്കുന്നത് മുസ്ലിം എന്ന പേരിനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ? എന്താ പേര് ഒഴിവാക്കത്തത്? ആ പേര് കൂട്ടിയാൽ പൈസ ഇട്ടുള്ളത്. മുസ്ലിം ചെറിയ നിനക്ക് അഭിമാനം ഉള്ളതുകൊണ്ടല്ലേ മുസ്ലിം എന്ന് കൂട്ടുന്നത്. അല്ലെങ്കിൽ എന്താ ഈ എക്സ് വിരാന്ത് എന്ന് പേരിടാത്ത? നേരത്തെ ഒരാള് വ്യഭിചാരിയായിരുന്നു, പിന്നെ നന്നായി. ആരെങ്കിലും എക്സ് വ്യഭിചാരി എന്ന് പറയാം? നേരത്തെ ഒരാൾ കൊലയാളിയായിരുന്നു, പിന്നെ ആള് നന്നായി. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ. മണിയമ്പിള്ള ഭയങ്കര കള്ളനായിരുന്നു, ഇപ്പൊ നന്നായി. 4 പുസ്തകം എത്തിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മണിയമ്പിള്ള ആരാ? റളിയല്ലാഹു. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനായിരുന്നു. ഇപ്പൊ മണിയമ്പിള്ള ശാത്തിലിമല്ല. ആളു സാറ കള്ളത്തരൊന്നുമില്ല. അന്ന് അയാൾ എക്സ് കള്ളന്ന് പേരിടട്ടെ. ഇടൂല. അയാൾക്ക് കള്ളെന്നുള്ള മോശമായി കാണുന്നുണ്ട്. ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം എന്നുള്ള ഇപ്പോഴും പൂതിയാണ്. അപ്പൊ എക്സ് മുസ്ലിം. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ എക്സ് മുസ്ലിം പേരിടരുത്. കാരണം നിങ്ങൾ ഞമ്മളിന്ന് പോയ മാലിന്യം നോക്കിയിട്ട് ആരും എക്സ് ഇട്ടിട്ട് പറയില്ല. ഉദാഹരണം, മൂത്രം നോക്കിയിട്ട് ആരെയും എക്സ് ജ്യൂസ് എന്ന് പറയാം. ഒരാള് ടോയ്ലറ്റിന്റെ പോയിന്റ് അവിടെ പോയിട്ട് പറയാം എക്സ് പൊറാട്ട, എക്സ് ബിരിയാണി എന്ന് പറയാം. എടോ ഇതിന് പോയ മലാണ് ഞാൻ എക്സ് ഇട്ടിട്ട് പറയാ. ഞങ്ങൾക്ക് വേണ്ട എന്റെ എക്സ്. മൂത്രം നോക്കിയിട്ട് എക്സ് ജ്യൂസ് എന്ന് ആരെങ്കിലും പറയും. ഇല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം ഇതിന് പോയ മലാണ്, നജസാണ്. അവിടേക്ക് എക്സ് കൂട്ടല്ലേ? അതാണ്ട് ഒഴിവാക്കുക. ഇതാണ്, വേറൊന്നും എന്നോട് പറയാനുള്ളത്. വായിച്ച് പഠിച്ച് നന്നാകണില്ലെങ്കിൽ അവസാനം പറയാനുള്ളത് ഈ പേരിട്ടിട്ട് ഏർപ്പാട്ടെ. അതിന്റെ ഒക്കെ പറകിൽ മുസ്ലിം ചെറുപ്പം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ കാലമാണ് ഏതിനും എന്തിനും ചോദ്യം. അതെന്താ? അതെന്തിനാ? അതെന്താ? 5 ഒക്ട 6 കൂടെ 4 കൂടെ 15 ചോദ്യം. എന്നാ പിന്നെ ഇപ്പം ഡോക്ടറെ പോയി എന്ത് ചെയ്യണം? ഡോക്ടർ ഗുളിക എഴുതി കൊടുക്കും. ഇതെന്താ വലക്കാലുപ്പത്തിൽ പറഞ്ഞൂടാ ചോദിക്കൂല. ഡോക്ടർ ഗുളിക എഴുതി കൊടുക്കാം. ആ ചോദ്യം എന്താ ഇവിടെ ചോദിക്കാത്ത? ഡോക്ടറോട് ചോദിക്കാം, ഞാനിത് തിന്നണമെങ്കിൽ ഇതിന്റെ രഹസ്യം പറഞ്ഞു തന്നെ. ഇതിലെന്തൊക്കെയാണ് കൂട്ട്? ഇതെന്താ ഒലക്കയായത്? ഇതെന്താ പത്തിരിയാവാഞ്ഞത്? ഇതെന്താ 3 നേരമായത്? ഇതെന്തുകൊണ്ട് 4 നേരമായില്ല? ഇതെന്തുകൊണ്ട് 2 നേരമാക്കിയില്ല? ഇതെന്തുകൊണ്ട് ഉടനെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഭക്ഷണത്തിന് ശേഷമായി? എടാ ഹാമിക്കാൻ ഗുളിക കഴിക്കാൻ പറ്റില്ല. നിങ്ങളോടല്ല കേട്ടോ.
അത് ചോദിക്കൂല. കാരണം എന്താ? അത് തടിമക്കുള്ള. എടാ നീ അവിടെയല്ലേ ചോദിക്കേണ്ടത്, അതാരും ചോദിക്കൂല. അത് കിട്ടിയ അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലാണ് മുങ്ങും. കാരണം എന്താ? അത് തടിമക്കുള്ള. ദീനിന്റെ കാര്യം പറയുമ്പോ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, അതെന്താ ഉങ്ങനെ. ഇവനൊക്കെ ചുമരുമ്പക്ക് ജാമാക്കിട്ട് സിമന്റും കൂടി ചവിട്ടേണ്ടി. എടാ എന്താണ് ആശുപത്രി ചോദിക്കാത്തത്? ഡോക്ടർ വരെ ആയിഷ കയറുമ്പോ മിണ്ടാൻ പാടില്ല, എന്നോടോ നിങ്ങളോ തൊള്ളൻ്റെത് നാവിൻ്റെത് ബാക്കിൻ്റെത്, പിന്നെ നിങ്ങൾ ആരാ പറയാ? അത് പറഞ്ഞാലേ അയക്കിടുന്ന ഔട്ടാ. അതന്നെ. അപ്പൊ അതിനെ കുറിച്ച് അറിയുന്ന ആള് പറഞ്ഞ കേൾക്കല അവിടുത്തെ ബുദ്ധി, അല്ലാതെ തിരിച്ചിങ്ങനെ ചോദിക്കലല്ല. ഇന്ന് ചോദ്യങ്ങളെ കൊണ്ട് ചോദ്യം, ആണും പെണ്ണും, എന്താ മുക്കൻ, അതെന്താ അജ്ജി, അതെന്താ ഇങ്ങോട്ട്, അതെന്താ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാം. അങ്ങോട്ട് ചോദിക്കണമെന്നും മറുപടി ഇല്ല. അതന്നെ ചോദ്യം ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കാം. പുറത്ത് വാദപ്രാത്തി ചോദിച്ചില്ലേ, അതെന്താ മാർക്കം കേൾക്കണതിന്റെ പോയിന്റ് എന്താ? അപ്പൊ നമ്മളെ സുഹൃത്ത് ചോദിച്ചാൽ അടിയിൽ കൂടി വാരണീന്റെ പോയിന്റ് എന്താന്ന് ചോദിച്ചു. അതോട് കൂടി ഞങ്ങൾ തലപ്പല്ലേ വിട്ടണുള്ളൂ, നിങ്ങൾ അടിയൊന്നും നന്നായിട്ട് ചോരണ്ടല്ലോ, അതിന്റെ പോയിന്റ് ഇങ്ങോട്ട് പറയുന്നത്. അതിലാകെ വിരലിയായി പാമ്പുപോയ കൊറോണാരി പിന്നെ പല്ലിൽ അങ്ങനെ. പിന്നെ വയ്യാത്ത പണിക്ക് രവി സാറെ ആദ്യം തന്നെ നിൽക്കണങ്ങള്. ഒരു സാധാരണ പക്ക മൂല്യര് നമ്മളെ സുഹൃത്ത് ഷുഹൈബ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആ മുത്ത് മാണിക്യത്തിന് അതിന്റെ ശേഷം കണ്ടിട്ടില്ല, എപ്പടുത്ത് കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ കണ്ടാളൊരു വേദിയിലുണ്ട്, പലപ്പോഴും ഉണ്ടാലുണ്ട്. പക്ഷെ ആദ്യം ഞാനെത്തും പിന്നെ മുപ്പരെത്തും, അങ്ങനെ പടുത്ത് ഒരുമിക്കും ഇൻഷാ അല്ലാഹ്. എന്താണ് അദ്ദേഹം ചെയ്ത സേവനം? അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുറിക്ക് കൊള്ളുന്ന മറുപടി കണ്ടിട്ട് ഇപ്പൊ മൂപ്പര് പിന്നെ ആകാണ്ട് പതറി. മൂപ്പര് പിന്നെ ഓരോന്നും കൂടെ ചോദിക്കാൻ തുടങ്ങി, എന്താ മാർക്കം കഴിക്കണതിന്റെ പോയിന്റ്, എന്താ അതിന്റെ പോയിന്റ്, എന്താ ഇതൊക്കെയാണ് ഇപ്പൊ വാദപ്രയോഗത്തിൽ നോക്കാൻ. നിങ്ങൾ വരെ വലിയ അപ്പോസ്തലനാ. വേറെല്ലാം വെച്ച് വന്നിട്ട് ഒറ്റ ആറാണ്ട് തുടങ്ങി. ഇനി മേലാൽ ഷുഹൈബ് മൂപ്പര് പോലാന്ന് എനിക്ക് തോന്നുന്നതാണ്. എടാ ഇതിന്റെയൊക്കെ ബാക്കിൽ അതൊക്കെ കേട്ട് നടക്കാൻ നമ്മളൊക്കെ തലച്ചോറിൽ ചെതല് കയറി. ഇവിടെ സുശക്തമായ ഒരു സത്യപ്രത്യയശാസ്ത്രം ഉണ്ടായിട്ട് ആയിലൊക്കെ ഈ കൊരച്ച് കുതിര കയറിയിട്ട് ആറാട്ട് നടത്തുന്ന ആളുകളുടെ പരിഹാസത്തിന്റെ അച്ചാറ് നക്കിയിട്ട് അതായിരിക്കും ശരിയെന്നുള്ള ആശ്വാസത്തിൽ ഹിദായത്ത് പടച്ചോൻ തന്നിട്ടും കിടന്നിറങ്ങുന്ന മുസ്ലിമെ നമ്മുടെയൊക്കെ തലയിൽ ഇഫ്രീത്തിന്റെ പാർപ്പിടം തുടങ്ങിയിട്ട് കാലത്രയായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര വലിയൊരു നേതാവ് ഉണ്ടായിട്ട് ഒരു സലാത്തില്ല, അതിനെ പുണരാൻ പറ്റാതെ ഇവരൊക്കെ പിന്നാലെ പോയിട്ട് അതും കേട്ടിട്ട് സംശയാലുമായിട്ട് അവസാനം ഈമാനൂരി മരിക്കുന്ന നിനക്കുള്ള അധോഗതിയുടെ ആഴമെത്രയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.